ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു കിച്ചൺ കാർണിവൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഡെസേർട്ടാണ്, കാരാമൽ ഷാഹി തുക്ഡ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു 6 പീസ് ബ്രെഡ് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് 50 ഗ്രാം ബട്ടറാണ്. ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് പകരമായിട്ട് നെയ്യ് ഉപയോഗിക്കാം. ഇനി വേണ്ടുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ്. ഇനി എടുത്തിട്ടുള്ളത് വാനില ക്രീം സോസാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ബ്രെഡ് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലുള്ള ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ എല്ലാ ബ്രെഡും ഈ ഒരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാനിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 3 ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതൊന്ന് ബോയിലായി വരട്ടെ. ആദ്യമൊന്നും ഇളക്കി കൊടുക്കേണ്ടത് ആവശ്യമില്ല. കുറച്ച് കഴിയുമ്പോൾ സൈഡിലൊക്കെ ചെറിയൊരു ബ്രൗൺ നിറമായി തുടങ്ങും. ആ സമയത്ത് നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ചെറുതായിട്ട് കാരമലൈസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് കാരമലൈസ്ഡ് ആയിട്ടുണ്ട്. കുറച്ച് നേരം കൂടി ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഒരു കറക്റ്റ് പാകമാണ്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ കയ്യിലേക്ക് പെട്ടെന്ന് പൊട്ടി നമ്മുടെ കയ്യിലേക്ക് ഒന്ന് തെറിച്ച് വീഴും. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കാണുമ്പോൾ ആ സോസ് ഒന്ന് കട്ടിയായതുപോലെ തോന്നും, പക്ഷേ പേടിക്കേണ്ട. കുറച്ച് നേരം ഒന്ന് തീയിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും അതെല്ലാം അലിയും. ഇതിപ്പോൾ ചെറുതായിട്ട് അലിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഒരു കറക്റ്റ് പാകമാണ്. ഈ ഒരു സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സോൾട്ടി കാരാമൽ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒരല്പം സോൾട്ടും കൂടെ ചേർക്കാം. ഞാനിതവിടെ ചേർക്കുന്നില്ല. ഇനി ഈ ബട്ടറൊക്കെ ഒന്ന് നന്നായിട്ട് ഇതിൽ ഉരുകി വരട്ടെ. ഇതിപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. നമ്മുടെ ബട്ടറി കാരാമൽ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പൊടിഞ്ഞു പോവാതെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് തീ ഓഫും ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ക്രിസ്പാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടുന്നത് വാനില ക്രീം സോസാണ്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. വാനില ക്രീം സോസ് കയ്യിലില്ലാത്തവർക്ക് ഏകദേശം ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ട് അത് നന്നായിട്ട് ബോയിലാക്കി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അതായത് നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുത്തോ അതിൻ്റെ ഒരു ക്വാർട്ടർ അത്രയും, ആ ഒരു രീതിയിൽ 1/4 ഭാഗം ആ ഒരു രീതിയിലേക്ക് അത് വറ്റിച്ചെടുക്കണം. അതിനുശേഷം അത് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത് വളരെ സ്വീറ്റായിട്ടുള്ള ഒരു ഡിഷാണ്. ഡെസേർട്ടായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രെഡും ഈ കുറച്ച് ഐറ്റംസ് മാത്രമല്ലേ ആവശ്യമുള്ളൂ. ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. സാധാരണ ഷാഹി തുക്ഡയുടെ ഒരു ഫ്ലേവർ അല്ല ഇതിന്. കാരമലൈസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്ലേവറാണ്. എല്ലാവരും തന്നെ വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിനുശേഷം കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കൂ. Thanks for watching. Please like, share and subscribe.